ജമ്മു കാശ്മീരാണ് ഈ അവസാന ലാപ്പിലെ ആവേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ ആവേശത്തിലേക്ക്. കാരണം ഇപ്പോൾ കേവല ഭൂരിപക്ഷം മറികടന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു അവിടെ ലീഡ് നില മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൻ്റെ ഫലം അതറിയാൻ, അതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാൻ ഏകദേശം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇനി ലീഡ് കൂട്ടാൻ പറ്റുമോ BJPക്ക്? ഈ സ്വതന്ത്രരെയൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോരോ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കടന്നു വരാം ഞങ്ങളുടെ കൂട്ടത്തിലേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ക്ഷണമാണ്, അതൊരു നീക്കമാണ്. അവരും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. BJP സ്വതന്ത്രരെ അടക്കം സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ BJP ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ BJPയുടെ അത്തരം നീക്കങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം ഇന്ത്യ സഖ്യത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത്ത് ചന്നി അടക്കം 2 നേതാക്കളെ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ നിരീക്ഷക ചുമതല നൽകി അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്, ജമ്മു കാശ്മീരിലേക്ക് വിടുന്നുണ്ട്. അത് ഇത്തരത്തിൽ BJPയുടെ നീക്കങ്ങളെ തടയിടുക എന്നത് തന്നെയാണ് ഇത്തരത്തിൽ ആ ഒരു നീക്കം, കോൺഗ്രസ് നടത്തുന്ന നീക്കം. അത് കൃത്യമായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP ഇതിനോടകം തന്നെ സ്വതന്ത്രരെ അടക്കം കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസും ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 55-23 എന്നതിലേക്കാണ് ലീഡ് നില മാറിയിരിക്കുന്നത്. PDPയും ഇത്തവണ കാശ്മീരിൽ ഒരു വലിയൊരു തരംഗമുണ്ടാക്കാൻ കഴിയാതെ പോകുന്നു. PDP 3 സീറ്റിൽ മാത്രമാണ്, അതായത് മെഹബൂബ മുഫ്തിയുടെ PDP 3 സീറ്റിൽ മാത്രമാണ് കാശ്മീരിൽ ലീഡ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിൻ്റെ കാര്യത്തിൽ ലീഡ് നില ഓരോ നിമിഷവും മറിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഹരിയാനയിൽ കൃത്യമായിട്ടുള്ള മുൻതൂക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 62-19 എന്നതാണ് ഹരിയാനയിലെ ഇപ്പോഴത്തെ ഒരു ലീഡ് നില. 62 സീറ്റിൽ കോൺഗ്രസും 19 സീറ്റിൽ BJPയും JJP 7 സീറ്റിൽ ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ അവിടെയും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആം ആദ്മി വോട്ടുകൾ എങ്ങോട്ടേക്ക് ആം ആദ്മി ആരുടെ വോട്ടുകളാണ് ഇത്തവണ നേടിയത് എന്നതുകൂടി കൃത്യമായി തന്നെ ഇത്തവണ ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. ഏതായാലും ആം ആദ്മിക്ക് നിലവിൽ ഒരു സ്ഥലത്ത് പോലും ആം ആദ്മിക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല. ആം ആദ്മിക്ക് അത്തരത്തിൽ ഒരു ചിത്രത്തിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം. ഇത്തവണ ആം ആദ്മി ഒറ്റയ്ക്കാണ് ഹരിയാനയിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ പലതരത്തിൽ സഖ്യം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നെങ്കിലും അതിന് ആം ആദ്മി വഴങ്ങാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന അതായത് പ്രതിപക്ഷ സഖ്യത്തിന്റെ വലിയൊരു വിജയമായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇതിനപ്പുറത്തേക്കുള്ള വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റും എന്ന വലിയ സന്ദേശം കൂടി നൽകുന്നുണ്ട്.